കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിൽ അകപ്പെട്ടിരിക്കുന്ന തലമാണെങ്കിലും നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, നമ്മുടെ കർത്താവിൻ്റെ ശക്തിയും ആ തലങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇന്നും വിശ്വസ്തനാണ്, ഇന്നും വലിയവനാണ്, ഇന്നും മതിയായ ദൈവമാണ്. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിന് ബലമായി ധൈര്യമായി തീരത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 43 വാക്യം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്താണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത്, കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം, പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്ന ആ തലത്തിലും ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ദൂത് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ പദ്ധതി. ഇവിടെ ലാസറിൻ്റെ കുടുംബത്തോട്, ജീവിതങ്ങളോട് ദൈവം അരുളി ചെയ്ത വാഗ്ദാനം തെറ്റിപ്പോയോ എന്നൊരു ചിന്ത അതിനകത്ത് വേണേ വരാം. മാർത്തയോടും മറിയോടും കർത്താവ് പറഞ്ഞയച്ച ആ ശബ്ദം ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുവാനാണെന്ന് ദൂത് കൊടുത്ത, ആലോചന കൊടുത്ത വിഷയം, ആലോചനയ്ക്ക് വിപരീതമായത് ആ കുടുംബത്തിൽ നടന്നിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട്, ജീവിതങ്ങളോട് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഇതുപോലെ ദൂത് കേട്ടു, ആലോചന കേട്ടു, എന്നാൽ ജീവിതത്തിൽ മറിച്ചൊന്ന് സംഭവിച്ചിരിക്കുക. ദൂത് പോലെയല്ല, ആലോചന പോലെയല്ല, പ്രതീക്ഷിച്ച് കാത്തിരുന്നത് പോലെയല്ല ഇപ്പോൾ നടന്നിരിക്കുന്ന, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. ഈ നിമിഷം ആ സാഹചര്യത്തിൽ ദൂതിൻ്റെ, ആലോചനയുടെ ഒരു നിവൃത്തിയിലല്ല ദൈവത്തിൻ്റെ പൈതലേ. ആ വാഗ്ദാനം മാറിപ്പോയോ? ആ ദൈവാലോചന ദൈവത്തിൻ്റെ ദൂതല്ലയോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ജീവിതങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം, ആ നിലപാടിൽ ഹൃദയതലമായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആലോചനയിൽ കർത്താവ് വിശ്വസ്തന. വാക്ക് പറഞ്ഞ ദൈവം അത് മാറ്റി പറയുന്ന ദൈവമല്ല. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തി വിശ്വാസത്തോടെ ഇന്നും അതിനായിട്ട് ജാഗരിക്കുവാൻ, വീണ്ടും അതിനായിട്ട് ഒരുങ്ങുവാൻ ഇടയാകുമ്പോൾ നിശ്ചയവാ ആ വാഗ്ദത്തങ്ങൾ ചലിച്ചിരിക്കും. ദൂത് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്ന കർത്താവല്ല നമ്മുടെ ദൈവം. അത് തക്ക സമയം കൈമാറുന്നൊരു സമയമുണ്ട്, തക്ക സമയം എത്തിക്കുന്നൊരു ദൈവമുണ്ട്. തക്ക സമയത്ത് കൂടാരത്തിൽ അത് കർത്താവ് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ഇവിടെ മാർത്തയുടെ മറിയുടെയൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിന് നടുവിലാണ്. എന്നാൽ കർത്താവ് കല്ലറയുടെ വാതിൽക്കൽ നിന്ന് ലാസറിനെ വിളിക്കുക, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. ഇന്ന് ദൈവത്തിൻ്റെ അതിശക്തമായ ദൂത്, ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടാൻ സമയമായി. ആ സാഹചര്യത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ സമയമായിരിക്കുക. ഇനി ഇതിനകത്തുനിന്ന് രക്ഷയില്ല, ഇനി അതിനകത്തുനിന്ന് വിടുതലില്ല, ഇതെൻ്റെ ജീവിതത്തിൽ നിത്യമായി പോയി എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങളോട്, കുടുംബങ്ങളോട്, വ്യക്തികളോട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമിതാ. കർത്താവ് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവാം. ആഴമായി വിശ്വസിക്കുക. കർത്താവ് മാർത്തയോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. കല്ലറയുടെ വാതിൽക്കൽ നിൽക്കുമ്പോഴും കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചുറ്റും നിൽക്കുന്ന പുരുഷാരം അവർ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം
കർത്താവ് അത്ഭുതം ചെയ്യുക, ദൈവം അത്ഭുതം ചെയ്യുക. അപേക്ഷ കേൾക്കുവാൻ ദൈവത്തിൻ്റെ പൈതലെ പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ലാസർ ആ സ്ഥിതിയിലായിരിക്കുമ്പോൾ മാർത്തയോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. പുരുഷാരത്തിൻ്റെ അനുഭവം കർത്താവ് ആഗ്രഹിക്കുന്നത് ആ മഹത്വം കണ്ടിട്ട് അവർ വിശ്വസിക്കാനാ. ദൈവത്തിൻ്റെ പൈതലെ മാർത്തയോ ആക്കിയിരിക്കുന്ന തലം, മറിയതയോ ആക്കിയിരിക്കുന്ന തലം വ്യത്യസ്തമാ. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, കാണാതെ വിശ്വസിക്കുന്ന തലത്തിലാ. യേശുവായിട്ടുള്ള ബന്ധം, യേശുവായിട്ടുള്ള സ്നേഹം, യേശുവിനോടുള്ള അടുപ്പം ആ തലത്തിലാ ദൈവം നിർത്തിയിരിക്കുന്നത്. മഹത്വം കണ്ട് വിശ്വസിക്കുന്ന പുരുഷാരത്തിൻ്റെ തലങ്ങളല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലെ ശക്തമായി ദൂതേറ്റെടുക്കട്ടെ, വചനം വിശ്വസിക്കട്ടെ, വിശ്വസിക്കുവാൻ ഇടയായി തീരട്ടെ. കാണാതെ വിശ്വസിക്കട്ടെ, യേശുവിനെ കണ്ടുകൊണ്ട് വിശ്വസിക്കട്ടെ, ദൈവത്തിൻ്റെ ആലോചന വിശ്വസിക്കട്ടെ. എന്ത് ദൂതാണോ പറഞ്ഞത്, ഏത് ശബ്ദമാണോ എന്നോട് പറഞ്ഞത്, അത് തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കും. അത് തന്നെ കർത്താവ് നിറവേറ്റുക ശക്തനാ. ഇന്ന് ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ പൈതലെ ആ രോഗത്തിൽ നിന്ന് പുറത്തു വരുവോ? ഒരു സംശയമല്ലേ? ആ രോഗമണ്ഡലത്തിൽ നിന്ന് പുറത്തു വരാൻ പോവുക. ആ കടഭാരത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. ആ ഞെരുക്കത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. അപ്രകാരമുള്ള ദൈവിക വിടുതൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ അത് കർത്താവ് നടപ്പിൽ വരുത്താൻ പോവുക. അതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മേഖലകൾ കർത്താവിതാ തുറന്നു തരുന്നു. ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയെ, സാഹചര്യങ്ങൾ കർത്താവെ, ഏത് അവസ്ഥയാണെങ്കിലും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുക. ദൈവിക നിയോഗം, ദൈവിക പദ്ധതി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.